എല്ലാ ഗേൾസിലാർക്കും വെൽക്കം ബാക്ക് ടു ഹാന വ്ളോഗ്സ്. ഞാനിന്ന് വീണ്ടും ഒരു ഹോട്ടലിലേക്കാണ് എത്തിയിട്ടുള്ളത്. സോ കണ്ടല്ലോ, ഇവിടെയൊക്കെ കണ്ടോ, ഇതുപോലത്തെ നടന്ന് പോകാനായിട്ട് പറ്റുന്നൊരു ഏരിയ ഒക്കെയാണ് കാണുമ്പോൾ കണ്ടില്ലേ. എനിക്കിതുപോലെ ചുറ്റും നടന്നിട്ടൊക്കെ ഒന്ന് വരാം. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതിലൂടെയൊക്കെ കറങ്ങി നടക്കാം, നല്ല രസമൊക്കെയാണ്. പിന്നെ ഇവിടെ അടുത്തൊരു ഹോട്ടലാണ് കേട്ടോ. ചെറിയൊരു ഹോട്ടലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് കണ്ടില്ലേ, ഒരു ആൻറ്റിക് ഏരിയ പോലെ, ഒരു ആൻറ്റിക് പീസ് പോലെ ഉണ്ട്. ഈ റൂഫൊക്കെയാണ് നോക്കുകയാണെങ്കിൽ തന്നെ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻറ്റിക് ഏരിയ. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഈ ഹോട്ടലിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫാദറാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു സിറ്റി, അറബിക്ക് ഇതുപോലത്തൊരു ഏരിയയാണ്. കണ്ടില്ലേ, ഇതുപോലത്തൊരു ചെയേഴ്സ് ആൻഡ് ടേബിൾസ് ഉണ്ട് ഇവിടെ. എഡ്വിനും ഫാദറുണ്ട്. സോ പിന്നീട് ഇവിടെയൊക്കെ വേണ്ട ഇതുപോലത്തെ കുറച്ചധികം ഫ്ലവേഴ്സ് ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെയുണ്ട്. പിന്നെ ഭിത്തി ഇതൊക്കെ കാണുമ്പോൾ കണ്ടില്ല, കുറച്ച് ആൻറ്റിക് ഏരിയ പോലെ നമുക്ക്. പിന്നെ അവിടെ എന്തോ ഒരു സാധനം എന്താണെന്നൊന്നും മനസ്സിലായി. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ ആൻറ്റിക് ഏരിയ ലുക്കുണ്ട്. പിന്നീട് നമ്മൾ നേരെ നടന്നു ബോറടിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണമെങ്കിലും നമുക്കിതിലേക്ക് പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യും. രസമാണെങ്കിൽ രസമാണ് ഇതൊക്കെ കാണാൻ. അവിടെയൊക്കെ നല്ലൊരു വേ ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് ഇവിടം വരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അവിടെയും ഇവിടെയൊക്കെ ഇട്ട് ഇതിൻ്റെ ഈ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കഴിക്കാനും പറ്റും. പുറത്തിരുന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു വൈബൊക്കെ കിട്ടി ഒരു പിക്നിക്ക് പോലെ. പക്ഷെ എന്നൊരു ടേബിളും ചെയറൊക്കെ അറേഞ്ച് ആയിട്ടുള്ള രീതിയിലുണ്ടല്ലേ, നല്ല രസമൊക്കെ ആയിട്ടുണ്ട്. ആ ബിൽഡിങ്ങിനകത്ത് തന്നെ ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, അങ്ങനെ കുറച്ചധികം ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ ഇതിലേക്കൂടെ ഒന്ന് ചുറ്റി കറങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായിട്ടുണ്ടായത്. കണ്ടില്ല, നമുക്ക് ഇതിലേക്കൂടെ എൻട്രൻസ് ഉണ്ട്. പിന്നെ അവിടെ CCTV ക്യാമറയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ല, നമുക്ക് നേരെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ അത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. ഇത് കാണുമ്പോൾ ഒരു ആൻറ്റിക് ഏരിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ആൻറ്റിക് ഏരിയ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഒരു ആൻറ്റിക് ഏരിയകളിൽ ഇവിടെയൊക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ അത് കാര്യമാക്കുന്നില്ല. നമുക്ക് ഇതിലേക്കൂടെ ഒന്ന് നടന്നു നോക്കാം. കാണുമ്പോൾ തന്നെ ഇതിലേക്കൂടെ ഞാൻ കുറേ നേരമായി നടക്കുന്നു, കാരണം എനിക്ക് ഈ ഏരിയ ഒക്കെ നല്ല ഇഷ്ടമായി. ഇത് നല്ല ബ്യൂട്ടിഫുൾ സ്കൈ, കൊട്ട വെയിലാണ്. ഈ ഒരു വീടൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ഒരു ആൻറ്റിക് ഏരിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഇത് ഇവിടെയൊക്കെ കണ്ടില്ല, തോന്നിട്ടുണ്ട്. സോ ഗൈസ്, ഞാനും എഡ്വിനും കൂടി ചേർന്നിട്ട് നമുക്കൊന്ന് ഉള്ളിൽ പോയിട്ട് ഇവിടെ ഒന്ന് ഷെൽസ് എടുത്ത് കാണിച്ചു തരാം ഞാൻ. സോ എഡ്വിനാണ് വരുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസൈഡിലൂടെ പോയിട്ടൊന്ന് ഇതിൻ്റെ അകത്തുള്ള വ്യൂ നമുക്ക് കണ്ടില്ല. ഇതിൻ്റെ അകത്തൂടെ തന്നെ വേറെ ഇൻസൈഡിലും പോയിരുന്ന് കഴിക്കാൻ പറ്റും, ഔട്ട് സൈഡിലും പറ്റും. അതില്ല, ജസ്റ്റ് ഇതുപോലത്തെ ഒരു വ്യൂ ഒക്കെയാണ് കണ്ടില്ല. ഇതിൻ്റെ അകം ഇങ്ങനെ കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഏരിയയാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. നമുക്കിവിടെ അങ്ങോട്ടാണ് വാഷിംഗ് ഏരിയ പോകുന്നുണ്ട്. അതുകൊണ്ട് കാഴ്ച ഇവിടെയൊക്കെ കാണുമ്പോൾ കണ്ട കാഴ്ച എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെ കണ്ട കാഴ്ച ഇതുണ്ട്. കാഴ്ച ഇവിടെ കാണുമ്പോൾ ഇതിനേക്കാൾ എന്ത് കാഴ്ച ഇത് കണ്ട കാഴ്ച. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. സോ ഇതിൻ്റെ അകത്ത് താണ്ട് ഇതുപോലത്തെ ഗ്യാപ്പുണ്ട്. ഇൻസൈഡ് ഔട്ട് സൈഡ് എല്ലായിട്ടും നല്ല ഗ്യാപ്പൊക്കെ ഉണ്ട്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളത് കണ്ടില്ല. സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഏരിയ തന്നെ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ഫിഷ് ആണെങ്കിലും നമുക്ക് ലൈവായിട്ട് ചൂസ് ചെയ്യാനുള്ള ഗ്യാപ്സ് ഉണ്ട്. നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ഫിഷ് വേണമെങ്കിലും തന്നെ നമുക്കിത് ലൈവായിട്ട് ഇവിടെ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ലൈവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് നമുക്ക് ചൂസ് ചെയ്യാം. മീൻസ് പാഴ്സൽ എടുക്കുകയാണെങ്കിൽ ടേക്ക് അവേ ചെയ്യുകയാണെങ്കിലും ടേക്ക് അവേ ചെയ്യാം. പക്ഷേ ടേക്ക് അവേ അത്ര പറ്റുള്ളൂ തോന്നും. ഇവിടെ ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കാം. നമുക്കിവിടെ വന്ന് ഫിഷ് ബുക്ക് ചെയ്തെടുക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് എടുത്തിട്ട് പോകണം. വീട്ടിലിരുന്ന് കഴിക്കാനാണ് ഇഷ്ടമുള്ളവർക്ക്. സോ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹോൾ റെസ്റ്റോറൻറ്റ്, പിന്നെ ഇന്നത്തെ ദിവസം തന്നെ ഞാൻ ഫ്ലറോൺസ ആ വേർഡൊക്കെ കിട്ടുന്നത് ഫ്ലറോൺസ ഗാർഡൻ സെൻറ്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഇതിനൊപ്പം തന്നെ രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിനേക്കാൾ മുന്നേ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു വ്ളോഗായിരുന്നു അത്. ഇതൊരു 4 minutes ഒക്കെ നിൽക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ നിന്നിട്ടുള്ളത്. എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു 4 minutes 5 minutes അതിൽ കൂടുതൽ പോകുന്നില്ല. സോ ഇതുകൊണ്ടല്ലോ ഇവിടെ നല്ലൊരു ആൻറ്റിക് ഏരിയയാണ്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എത്രയേ ഉള്ളൂ. ഇവിടെ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ തവണ പറയുന്നുണ്ട്, പക്ഷേ എന്നാലും ഫ്ലവേഴ്സൊക്കെ തന്നെ ഇഷ്ടം. സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ ബൈ.